മനോഹരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് വണ്ടർ വേൾഡിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മളുടെ സെഷൻ ഇന്ന് ആരംഭിക്കുന്നു. ഓരോ സെഷനിലും പുതിയ ആശയങ്ങളെ കണ്ടെത്തുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നതിൽ നമ്മളേറെ സന്തോഷമുള്ളവരാണ്. ഇന്നും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ഓരോ ദിവസവും ലഭിക്കുന്ന ഓരോ സെഷനുകളെ വളരെ ഗൗരവത്തോടെ കാണുകയും നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും ചെയ്യുക. അത് നമ്മുടെ ഒത്തൊരുമിച്ചുള്ള വളർച്ചയ്ക്ക് സഹായമാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് വരുന്നു. കുറച്ച് വർഷങ്ങൾ നമുക്കൊന്ന് പിന്നിലേക്ക് പോകാം. ഏതാണ്ടൊരു 5 വർഷം. റോഡെല്ലാം വിജനമാണ്. കടകളുടെ ഷട്ടറുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. തിങ്ങി നിറഞ്ഞ് യാത്ര ചേരുന്ന വഴിവീഥികളെല്ലാം ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആരോരുമില്ലാതെ ഏകാന്തമായ ഒരു പ്രദേശമായി മാറിയിരുന്നൊരു സമയം. ഓരോ റോഡുകളിലും പോലീസുകൾ നിരന്നു നിൽക്കുന്നു. അവിടെയെല്ലാം കടന്നു ചെല്ലുമ്പോൾ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സത്യവാങ്കുണ്ടോ എന്നാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ചിരുന്ന നമ്മുടെ ഓരോ പഞ്ചായത്തുകൾ, ക്വാറന്റൈൻ ചെയ്തിരിക്കുന്ന മേഖലകൾ, അതെ, കോവിഡിന്റെ നാളുകളെ കുറിച്ചാണ് പറയുന്നത്. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ മാർക്കറ്റിങ്ങുകളും സെയിൽസുകളുമൊക്കെ നിശബ്ദമായ സമയത്ത് പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളുമായി മുന്നോട്ട് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു ലോകമായിരുന്നു അത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ സംവിധാനങ്ങളും നിലച്ചിരിക്കുന്ന ആ സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോൺ മാത്രമുള്ള സമയം. എങ്ങനെ ബിസിനസ്സുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ധാരാളം ചോദ്യങ്ങളുമായി ഒരുപാട് കമ്പനികൾ മുന്നോട്ട് വരവേ ഒരു കമ്പനി മാറി ചിന്തിച്ചു. എന്തുകൊണ്ട് നമുക്ക് കണ്ട് സംസാരിക്കുവാനുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ് സംവിധാനം കൊണ്ടുവന്നുകൂടാ? സൂം എന്നായിരുന്നു ആ പ്ലാറ്റ്ഫോമിന്റെ പേര്. ഇതിനു മുമ്പ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം മറ്റൊരാൾ ഉപയോഗിച്ച് പരിചയമില്ല. ആകെ വീഡിയോ കോൾ ചെയ്തുള്ള പരിചയം മാത്രമുള്ള നമ്മൾ കുറെ ആളുകൾ. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ച ഈ ഒരു കമ്പനി അന്ന് അവരുടെ പ്ലാറ്റ്ഫോം ആദ്യമായി ആളുകളിലേക്ക് ഓപ്പൺ ആക്കി കൊടുക്കുന്നു. പിന്നീട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ എല്ലാവരും എല്ലാ ആവശ്യങ്ങൾക്കുമായി ഏറ്റെടുക്കുന്നു. IT മേഖലയിൽ മാത്രം വർക്ക് ഫ്രം ഹോം എന്ന ആശയം ചുരുങ്ങിയിരുന്ന നാളുകളിൽ നിന്നും ഇന്ന് ഈ 5 വർഷം മുന്നോട്ട് വന്നപ്പോൾ എല്ലാ ജോലിയിലും വർക്ക് ഫ്രം ഹോം എന്നത് അത് പോസിബിൾ ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ ആപ്പ് ഇന്ന് മുന്നേറുന്നു. ഒരുപക്ഷെ നമ്മുടെ ഈ സമയം, ഈ 6 മണിക്ക് നമ്മൾ ഒന്നിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയതും ഇതേ സൂമിൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, സൂം കോൺഫറൻസിങ് എന്ന ഈ ആപ്പ് വന്നിട്ട് 5 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ മേഖലകളിൽ അതിന്റെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരിക്കുന്നു. സൂം എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഇതിന്റെ മൈക്ക് എവിടെ മ്യൂട്ട് ചെയ്യണമെന്നോ ക്യാമറ ഓൺ ആക്കേണ്ടത് എങ്ങനെയാണെന്നോ അറിയാഞ്ഞ ഒരു സമയമുണ്ട്. ഒരുപക്ഷെ കോസ്റ്റും കോ ഹോസ്റ്റും ഒക്കെ ആകുന്നത് എങ്ങനെയാണെന്നല്ല അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാഞ്ഞ നമ്മൾ ഇന്ന് ഏതൊരു വ്യക്തിക്കും, ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൂം എന്ന ആപ്പ് വളരെ അനായാസം ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ ഒരു ആപ്പ് കോവിഡ് ശേഷം അല്ലെങ്കിൽ കോവിഡ് തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ജനപ്രീതി ആർജിച്ച് ഇന്ന് ആളുകൾ ഏറ്റെടുത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഇത് ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഈ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തെ പ്ലാനാണ് അവർ ആദ്യം തയ്യാറാക്കിയത്. സാധാരണക്കാരിലേക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിനെ 15 ദിവസം കൊണ്ട് എങ്ങനെ എത്തിക്കാം എന്നവർ ചിന്തിച്ചു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അന്ന് അതിലുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന അത്രയുള്ള ഫംഗ്ഷനുകൾ, ഫെസിലിറ്റീസ് അതിലില്ല. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അതിനെ പഠിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഒന്നിൽ കൂടുതൽ പേരെ ഈ ഒരു കോൺഫറൻസിങ് കോളിൽ, അല്ലെങ്കിൽ ഒരു 8 പേര് 10 പേര് എന്നുള്ള സംവിധാനം മാറി അത് 40ഉം 100ഉം 500ഉം 1000ഉം വരെ ആക്കാവുന്ന രീതിയിൽ കോൺഫറൻസിങ് വിൻഡോകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ആ സമയത്ത് ഇത്രയും ഇല്ല കേട്ടോ. ഓരോ രീതിക്കും ഓരോ പാക്കേജുകൾ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു?
എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത് യാതൊരു വിധത്തിലുമുള്ള രജിസ്ട്രേഷൻ സംവിധാനവും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഇനി സാധാരണ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സ്വന്തമായിട്ട് സൂം ഹോസ്റ്റ് ചെയ്യണോ? അവിടെയും സൂം എന്ന കമ്പനി ചെയ്തത് വെറും 40 മിനിറ്റിന്റെ ഒരു ഫ്രീ സെഷൻ കൊടുത്തുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ ആകർഷകമാകുന്ന വിധത്തിൽ, അഥവാ സൂം ഉപയോഗിച്ച് ശീലിക്കുന്ന കാര്യത്തിൽ അവരുടെ ഏതൊരു ഡിസ്കഷനും അരമണിക്കൂറിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് ഇതിന്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നു. അത് ആളുകൾ ഏറ്റെടുത്തു. ഇന്ന് ഓരോ ബിസിനസ്സിലും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും സൂം ഉപയോഗിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമും ഇല്ല എന്ന് നമുക്ക് പറയാം. പ്രിയമുള്ളവരെ, രാവിലെ 6 മണിക്ക് സൂമിൽ കയറ്റിയിരുത്തി സൂമിന്റെ കഥ പറയാനല്ല ഞാൻ വന്നത്. പകരം സൂമിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠത്തെക്കുറിച്ചാണ്. സാഹചര്യങ്ങളുടെ പ്രതിസന്ധി മനസ്സിലാക്കി അവിടെ ആ സാഹചര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് വെറും 15 ദിവസത്തെ ഒരു പ്ലാൻ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ആ കമ്പനി ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നിട്ട് പോലും ചില കാര്യങ്ങൾ കൃത്യമായി അവർ പരിഹരിച്ച് അവിടെ ഓരോ ഓപ്ഷനുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ആ കമ്പനി ആ സമയത്ത് ഏതാണ്ട് 15 ദിവസം കഴിയുമ്പോൾ 200 മില്യൺ സെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നേടുവാൻ ആ കമ്പനിക്ക് കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ ഇന്ന് രാവിലെ ഇക്കാര്യം പറഞ്ഞത്? ഓരോ കമ്പനികളും അതിന്റെ സ്ട്രാറ്റജികൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു റാപ്പിഡ് സെയിൽസ് ഗ്രോത്ത് നടത്താറുണ്ട്. ഏതൊരു കമ്പനിയും, അത് സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റുകൾ ഉള്ളതായിക്കോട്ടെ, സർവീസ് ഉള്ളതായിക്കോട്ടെ, ഇത്തരം കമ്പനികൾ കൃത്യമായ ഒരു പ്ലാനിൽ ഒരു റാപ്പിഡ് സെയിൽസ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഓരോ കമ്പനികൾക്കും കൃത്യമായ ബിസിനസ് വളർച്ച നേടാൻ കഴിയുന്നു. എന്നാൽ അതിന്റെ വളർച്ചയെ കൃത്യമായി അതിന്റെ വേഗത നിയന്ത്രിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു കമ്പനിയുടെ ഉപഭോക്താവ് അഥവാ അതിന്റെ കൺസ്യൂമർ ആണ് ആ കമ്പനിയുടെ വേഗത്തെ നിയന്ത്രിക്കുന്നത്. അതങ്ങനെ പറയാനുള്ള കാരണം, ആ വ്യക്തിക്കുള്ള താല്പര്യത്തെ കണക്കിലെടുത്താണ് ഓരോ കമ്പനികളും പ്രവർത്തിക്കുക. നമ്മൾ കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പല ആവർത്തി കേട്ടിട്ടുണ്ട്. അതെ, ഒരു കസ്റ്റമറാണ് ആ കമ്പനി നിലനിൽക്കണോ വേണോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ അഭിരുചിക്കനുസരിച്ച് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അക്സെപ്റ്റൻസ് എവിടെയാണ് കുറയുന്നതെന്ന് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ അതിനെ രൂപരേഖ തയ്യാറാക്കി വീണ്ടും ആ കമ്പനികൾ പല കാര്യങ്ങളും ചെയ്യുന്നു. സൂം എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണം, നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനോട്, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സൂം എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഇതിൽ പല ഓപ്ഷനുകൾ വന്നു. ഉദാഹരണം പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് റൂമുകൾ, അതുപോലെ ഒരേ സമയം പല മീറ്റിങ്ങുകൾ നടത്താൻ കഴിയുന്ന രീതികൾ, AI കമ്പാനിയൻ, അതുപോലെ കോഹോസ്റ്റ്, ഒന്നിൽ കൂടുതൽ ആളുകളെ ആക്കുന്ന സംവിധാനം എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കോവിഡിന് ശേഷം വന്ന ആ ആപ്പിൽ നിന്നും കഴിഞ്ഞ 4 വർഷം കൊണ്ട്, അല്ലെ 4.5 വർഷം കൊണ്ട് പുതിയതായിട്ട് ഡെവലപ്പ് ആയ ഓപ്ഷനുകളാണ്. എന്തേ ഇവർ ആദ്യം ചെയ്യാഞ്ഞത്? ഒരു സിസ്റ്റം ആദ്യം ഡിസൈൻ ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ആപ്പ് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തി അത് മുന്നേറി. അങ്ങനെ മുന്നേറാൻ കഴിഞ്ഞത് അത്രയും കൺസ്യൂമേഴ്സ് അതിനെ ഏറ്റെടുത്തതോടുകൂടി കമ്പനി ലാഭത്തിലായി. ആ കമ്പനി ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു ഗ്ലോബലി അവൈലബിൾ ആക്കുന്ന ഒരു പ്രൊഡക്റ്റായി മാറി. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നതും ഇതേപോലൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയല്ല, മറിച്ച് അവസരമാണ് ഇനി ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ഈ ബിസിനസ്സിനെ ഇപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്ന് ഏറ്റവും നല്ലൊരു സമയമാണ്. കാരണം എന്താണ്? സ്കൂൾ തുറക്കാനും സ്കൂൾ അടച്ചതിന് ശേഷമുള്ള ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള സമയം എന്നത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ വർഷത്തിൽ കിട്ടില്ല. ഇനി അത് കിട്ടാൻ നിങ്ങൾ ഒരു വർഷം കാത്തിരിക്കണം. Am I right? കുട്ടികളുടെ മുമ്പിലും പേരൻസിന്റെ മുമ്പിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കൃത്യമായി ലോഞ്ച് ചെയ്ത് അതിന്റെ സെയിൽസ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ്. ഈ ഒരു മാസം, അതായത് ഏപ്രിൽ മുതൽ മെയ് 15 വരെയുള്ള ഈ ഒരു മാസ കാലയളവ് വളരെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഒരു വർഷം കഴിഞ്ഞേ ഇങ്ങനൊരു സമയം കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഈ സമയത്ത് ഒരു പേരന്റിലേക്കും ഒരു കുട്ടിയിലേക്കും കടന്നു ചെല്ലുവാനുള്ള നിലവിലുള്ള സമയം, അതിന്റെ ലഭ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സൂം എന്ന പ്ലാറ്റ്ഫോം അവർ തയ്യാറാക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നുവെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇത് പ്രതിസന്ധിയല്ല, ഒരു അവസരമാണ്. ആ പ്രതിസന്ധിയെ അവരന്ന് തരണം ചെയ്ത വിധം അവരുടെ ടെക്നോളജിയെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്.
ഇവിടെ നമ്മളുടെ ബിസിനസ്സിന് നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു സമയം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്? ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള സമയം ഓരോ പേരന്റുകളും അവരുടെ കുട്ടിയുടെ അടുത്ത വർഷത്തെ അഡ്മിഷനെ സംബന്ധിച്ച് എക്സ്പെൻസീവായ അല്ലെങ്കിൽ അതിന്റെ ചെലവുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് അത്ര കണ്ട് ബോദറിംഗ് അല്ലാത്തൊരു സമയമാണ്. കാരണം മെയ് 15ന് ശേഷമാണ് കുടയുടെ പരസ്യം സ്റ്റാർട്ട് ചെയ്യുക. ബാഗുകളുടെയും വാട്ടർ ബോട്ടിലുകളുടെയും ആവശ്യകത കൂടുക. പുതിയ പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, നെയിം സ്ലിപ്പുകൾ തുടങ്ങി എല്ലാ സാധനങ്ങളുടെയും ലഭ്യത കടകൾ ഉറപ്പാക്കുന്നത് അതിനുശേഷമാണ്. ക്രിസ്മസിന്റെ സമയത്ത് സാധാരണ ഒരു കടയിൽ നക്ഷത്രം തൂങ്ങുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലും നക്ഷത്രം വാങ്ങിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇതുപോലെ കുട്ടികളുടെ ആവശ്യമുള്ള വസ്തുക്കൾ, അടുത്ത അക്കാഡമിക്കൽ ഇയറിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മെയ് 15ന് ശേഷം കടകളിൽ ലഭ്യമാകുന്നതോടുകൂടി പേരൻസിന് ആദി ഇളകുന്നു. കാരണം എന്താ? ഇനി വലിയൊരു ചെലവ് വരികയാണ്. ഹലോ, ഇനി വലിയൊരു ചെലവ് വരികയാണ്. കുട്ടികളെ സംബന്ധിച്ചോ? ഞങ്ങളുടെ ക്ലാസ്സുകൾ അടച്ചു പൂട്ടിയത് വീണ്ടും തുറക്കാറായി എന്ന് ചിന്തിക്കുന്നു. ഞാൻ അവരുടെ മൈൻഡ് സൈക്കോളജിയാണ് പറഞ്ഞത് കേട്ടോ. കാരണം സ്കൂളുകളൊക്കെ അതിനു മുമ്പ് തന്നെ ക്ലാസ്സുകൾ പല സ്കൂളുകളും ആരംഭിക്കുന്നു. ഈ ഒരു സമയം ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തുകൂടാ? നമ്മുടെ ബിസിനസിന്റെ റാപ്പിഡ് സെയിൽ നടക്കേണ്ട അവിടെയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു കമ്പനി ഇതിന്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സൂം പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചായിട്ട് ഞാനൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ സൂം എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ UI അഥവാ യൂസർ ഇന്റർഫേസ് വളരെ സാധാരണക്കാരന് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഏതൊരു വ്യക്തിക്കും നേരിട്ട് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ടാണ് ഒരാള് പ്രത്യേകിച്ച് സൂം പഠിപ്പിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. സമാനമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിജിറ്റൽ പ്രോഡക്റ്റ്, എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റ്, ഇതിനെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായി തന്നെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു തവണയെങ്കിലും അതിന്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടുള്ളവർക്കാണ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടുള്ളവർക്ക് ഈ ആപ്പിനെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഓരോ കോഴ്സുകളെ നമുക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിട്ടും? ഓരോ കോഴ്സിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടുത്തെ സബ്ജക്റ്റുകൾ എങ്ങനെ കാണാൻ കഴിയും? ഓരോ സബ്ജക്റ്റിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ വീഡിയോകളുടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത് ഏതൊരു ആപ്പിനേക്കാളും വളരെ സാധാരണ രീതിയിലുള്ള ഒരു UI അഥവാ യൂസർ ഇന്റർഫേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ആപ്പുകൾക്കും സാമ്പിളിംഗ് ഉണ്ട് അല്ലെ? നമ്മൾ പണ്ട് പല കടകളിലും അല്ലെങ്കിൽ പല ബിസിനസ് സ്ട്രാറ്റജികളുടെ പ്രോഗ്രാമിലും കേട്ടിട്ടുണ്ട്. ആളുകൾക്ക് ആദ്യം ഒരു സാമ്പിൾ കൊടുത്താൽ അതിന്റെ രുചി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവരത് ഏറ്റെടുക്കും. കുമളി, മുണ്ടക്കയം അല്ലെങ്കിൽ കട്ടപ്പന പോലുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അവരിരിക്കുന്ന ബസ്സിൽ കൊണ്ട് ഇഞ്ചി മുട്ടായി കൊടുക്കും. എന്തിനാണ് ഇഞ്ചി മുട്ടായി ഓടിച്ചോടിച്ച് ഇത്തിരി വീതം കൊടുക്കുന്നത്? അതെ, കൊടുക്കുന്നയാള് പുറകിൽ നിന്നും ഫ്രണ്ടിലേക്ക് നടന്നു പോകവേ ഓരോരുത്തർക്കും അല്പം വീതം രുചിക്കാൻ കൊടുത്ത് ഫ്രണ്ടിൽ പോയി തിരികെ വരുന്ന സമയം കൊണ്ട് അദ്ദേഹം പറയും, നിങ്ങൾ കഴിച്ച ഇഞ്ചി മുട്ടായിക്ക് വെറും 10 രൂപയുള്ള ഒരെണ്ണം എടുത്തു വെച്ചുകൂടെ എന്ന്. ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ച് ആ ചോദ്യം അവർക്ക് സഹിക്കില്ല. 10 രൂപ എടുത്തത് കൊടുത്തിട്ട് അത് വാങ്ങി കയ്യിൽ വെക്കും. ഓരോ യാത്രയിലും ഇത്തരം സാമ്പിളിംഗ് നടക്കുന്നതുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റിന്റെ കച്ചവടം നടക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമും ഇതേപോലൊരു കാര്യം ചെയ്തു. എന്താണ്? ഒരു സാധാരണക്കാരൻ ഒരു മീറ്റിംഗ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം ഇമെയിൽ ID വെച്ച് ഒന്ന് ഓപ്പൺ ആക്കിയാൽ ഏതൊരു വ്യക്തിക്കും ഫ്രീ ആയി 40 മിനിറ്റ് സൂം പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗുകൾ നടത്താം. അവരത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് സത്യം. ഏതൊരു പ്ലാറ്റ്ഫോമിനും 40 മിനിറ്റിന്റെ താഴെയുള്ള ഡിസ്കഷൻസുകൾ നടത്തുവാനുള്ള സാമ്പിളിംഗ് എന്തിനാണ് അവർ കൊടുത്തിരിക്കുന്നത്? ഓരോ വ്യക്തിയും അവരുടെ മീറ്റിംഗ് സിസ്റ്റത്തെ ഇന്ന് ഓൺലൈൻ ആക്കിയപ്പോൾ, അല്ലെങ്കിൽ ഏതൊരു ഡിസ്കഷനും ഇന്ന് ഓൺലൈൻ ആക്കിയപ്പോൾ, അരമണിക്കൂറിൽ അല്ലെങ്കിൽ 40 മിനിറ്റിൽ താഴെയുള്ള ഒരു മീറ്റിംഗ് അവർക്ക് നടത്തുന്നതിന് 10 രൂപ ചെലവില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഫ്രീ സാമ്പിളിംഗ് അവർ ഇന്നും തുടരുന്നതിന്റെ കാരണം പല മീറ്റിങ്ങുകളും അരമണിക്കൂറിൽ ചുരുക്കിക്കൊണ്ട് പല തീരുമാനങ്ങളും ഐക്യകണ്ഠേന എടുക്കുവാൻ പല കമ്പനികൾക്കും പല കൂട്ടായ്മകൾക്കും കഴിയുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഇനി നമ്മുടെ ആപ്പുമായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മുടെ കുട്ടി പഠിക്കുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ, അവൻ 9ലോ 10ലോ പഠിക്കുകയാണെങ്കിൽ, +1ലോ +2ലോ പഠിക്കുകയാണെങ്കിൽ, നീറ്റിന്റെയോ JEEയുടെയോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, എല്ലാ കോഴ്സുകളിലും നമ്മൾ 2 വീഡിയോ ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്നു. അഥവാ 2 ചാപ്റ്ററുകൾ ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോഴ്സ് എന്താണ്? അവിടെ പഠിപ്പിക്കുന്ന ടീച്ചിങ് മെത്തേഡ് എങ്ങനെയാണ്? അവരുപയോഗിക്കുന്ന ലാംഗ്വേജ്
എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടീച്ചർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിന്റെ അത്രയും ഗൗരവത്തോടു കൂടി ഒരു ക്ലാസ് അതിൽ നടക്കുന്നുണ്ടോ? ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും ഓരോ കുട്ടിക്കും ആ ഓരോ കോഴ്സിലെയും ഈ 2 ചാപ്റ്ററുകൾ സഹായിക്കുന്നു. അഥവാ ഓരോ സബ്ജക്റ്റിലെയും ഈ 2 ചാപ്റ്ററുകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഇത് വളരെ ചെലവേറിയ ഒരു പ്രോസസ്സാണ് ഇത്രയും കോഴ്സുകളെ ഷൂട്ട് ചെയ്ത് ഇത്തരത്തിലൊരു ആപ്പിലൂടെ തരിക എന്നത്. അവിടെ പോലും 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചില ചാപ്റ്ററുകളിൽ 2ഓ 3ഓ വീഡിയോ കാണും. ചില ചാപ്റ്ററുകളിൽ 1 വീഡിയോ കാണുകയുള്ളൂ. അതായത് 4ഓ അല്ലെങ്കിൽ 4ൽ കൂടുതൽ വീഡിയോകളോ ഫ്രീ ആയി തന്നുകൊണ്ടാണ് ഓരോ ആപ്പിലെയും ഓരോ കോഴ്സുകളും നിങ്ങൾക്ക് ഒരു കുടുംബത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു സംവിധാനത്തെ, ഒരു ഡെമോൺസ്ട്രേഷനെ നിങ്ങൾ ഉപയോഗിച്ചാൽ അത് കുട്ടികൾ മാത്രമല്ല പേരന്റ്സും ഏറ്റെടുക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായിട്ട് നേരത്തെ പറഞ്ഞു, ഒരു സംവിധാനത്തിനെ ആദ്യം ഒരുക്കിയപ്പോൾ സൂമിനെ അവർ ഒരുക്കിയപ്പോൾ അതിനകത്ത് പല ഓപ്ഷനുകളും ഇല്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ട് റൂമുകൾ, അതിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സുകള് ഇതെല്ലാം പിന്നീട് വന്ന അപ്ഡേറ്റുകളിൽ നമ്മൾ നേടിയെടുത്തതാണ്. ഒരുപക്ഷെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് പലരും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂം എടുക്കുന്ന ചില സമയത്ത് സൂം കിട്ടാതെ വരുന്നു. ആ സമയത്ത് അവരെന്ത് ചെയ്യും? പ്ലേ സ്റ്റോറിൽ കയറി സൂം എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത ബട്ടന്റെ അതേ സ്ഥാനത്ത് അപ്ഡേറ്റ് എന്നൊരു ബട്ടൺ വന്നിട്ടുണ്ടാവും. ആ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി പുതിയ ഓപ്ഷനുകൾ ആ ആപ്പിൽ ലഭ്യമാകുന്നു. അങ്ങനെ സൂമിനോട് നമുക്ക് യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ നമ്മൾ അത് ഏറ്റെടുത്തു. എന്തുകൊണ്ടാണ്? സൂം പ്ലാറ്റ്ഫോം അന്ന് നമ്മുടെ പല ആവശ്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്പിനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആണെന്ന് തിരിച്ചറിയുന്നവർക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട എന്റെ ജോലിക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു. ഇതൊരു ആവശ്യമാണ്, ഒരു നീഡാണ്, ഒരു പ്രശ്ന പരിഹാരമാണ്, ഒരു സൊല്യൂഷനാണ്. ഇത് നിങ്ങൾ ഏറ്റെടുത്ത് ഈ വീഡിയോകളിലൂടെ ഒരു തവണയെങ്കിലും ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ സാമ്പിൾ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ക്ലിക്ക് ചെയ്ത് അതൊരു 5 മിനിറ്റെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കോഴ്സ് കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്കുള്ള വലിയൊരു സൊല്യൂഷനാണ് ഈ ഒരു ആപ്പ് എന്നുള്ളത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇതിന്റെ കൃത്യമായ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഈ സാമ്പിളിംഗ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാനുള്ള ശ്രമം ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും മൂന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് ഇവിടെ റാപ്പിഡ് സെയിലുമായിട്ടുള്ള ബന്ധം? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ ഇനിയുള്ള ഒരു 30 ദിവസം ഒരു സ്ട്രാറ്റജി നിങ്ങൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അത് ഈ വർഷം ഇനി കിട്ടില്ല. കാരണം അടുത്ത അക്കാഡമിക്കൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്കും പേരന്റിനും ഈ ഒരു സമയത്ത്, അതായത് 1 മാസം 2 മാസമാണ് നമുക്ക് വേനലവധിയെങ്കിലും ഇതിനിടയ്ക്ക് നമ്മളെ ശല്യം ചെയ്യാത്ത ഒരു സമയമാണ് ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെ എന്ന് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് കുട്ടികൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പേരന്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ സമയത്ത് അവരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുക എന്നുള്ളതിന്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ സംഗതി ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് പല ഓപ്ഷനുകൾ പുതിയതായിട്ട് ആഡ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ആപ്പിന് ഒരുപാട് പരിമിതികൾ ഇപ്പം നിലവിലുണ്ട്. ആ ആപ്പുകൾക്കുള്ളിലേക്ക് ഇതെല്ലാം കൃത്യമായിട്ട് സംയോജിപ്പിച്ച് അക്കാഡമിക് ഇയറിൽ ഇത് നമ്മുടെ കൈകളിലേക്ക്, മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാൻ കഴിയുന്ന പാകത്തിൽ എത്തുമെന്നതിന് 100% നമുക്ക് ഉറപ്പ് പറയാം. അവിടെ പല കാര്യങ്ങളും ഒരുപക്ഷേ ഈ ആപ്പിനുള്ളിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാം. ഈ വരുന്ന മാറ്റങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, സൂം പ്ലാറ്റ്ഫോം ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് കാണുന്ന അവസ്ഥയിൽ വന്നതല്ല. കൃത്യമായ ഇടപെടലുകൾ, ഓരോ കസ്റ്റമറിന്റെ ഫീഡ്ബാക്കുകളൊക്കെ ശേഖരിച്ച് കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയിട്ടാണ് ഇന്ന് ഇത്രയും സുഖകരമായിട്ട് നമ്മൾ ഈ ആപ്പ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്വന്തം സാൻവോസിറ്റി എന്ന ആപ്പിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് കുറെ പരിമിതികൾ അതിനുണ്ട്. പക്ഷെ ആ പരിമിതികളെ മനസ്സിൽ പിടിച്ചുകൊണ്ട് അതിന്റെ വരാനിരിക്കുന്ന സാധ്യതകളെ ഉൾക്കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ ആവശ്യമാണ്. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഈ 30 ദിവസ പ്ലാനിന് വേണ്ടി നിങ്ങൾക്കൊരു പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം? ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പേരന്റിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ, ഒരു കുട്ടിയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് അവയർനെസിനെ കുറിച്ച് സംസാര ക്ലാസ് കേട്ട് കാണും. വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തന്നത് എന്തിനാണ്? ഒരു പ്രൊഡക്റ്റിന്റെ സാധ്യതയെ നിങ്ങൾ എത്രത്തോളം, നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം അവബോധം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണം, അതിനുള്ള അവസരങ്ങൾ തന്നു. ഇനി ബിസിനസ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിന് എന്താണ് നമ്മുടെ പരിമിതി? ഒരുപക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആണോ? അതോ നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഒടിപി വരുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അതൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള ഓരോ സംവിധാനങ്ങൾ, ഓരോ നമ്പർ തന്നിട്ടുണ്ട്. തീർച്ചയായും അത് പരിഹരിക്കപ്പെടും. പക്ഷേ നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോണിൽ ഇതെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല.
അവരുടെ ഫോണിൽ പ്രോപ്പറായ നെറ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഫോണിൽ അവരുടെ ഫോണിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡി ഉപയോഗിച്ച് അതിലേക്ക് ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇനി അവിടെയും പരിമിതി ഉണ്ടോ? നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. ഈ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഇനി മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജി, ഒരു ടെസ്റ്റിമോണിയൽ പ്രിപ്പയർ ചെയ്യാൻ ഒരു കുട്ടിയോ നിങ്ങളോ ചെയ്യണം. കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് അവരുടെ പരീക്ഷയുടെ വിജയം കണ്ട ശേഷം അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയിരിക്കുന്നതല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം ഈ ഒരു ആപ്പിനോട് ബന്ധപ്പെട്ട്? ഒറ്റ കാര്യം, നിങ്ങളുടെ ഫോണിലോ ടാബിലോ ഇന്ന് ഈ ആപ്പ് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ ആപ്പ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ശേഷം ഈ ആപ്പിനകത്ത്, അതായത് ഒരെണ്ണത്തിൽ ഫുൾ വീഡിയോ നമുക്ക് കാണാവുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഒപ്പം സാമ്പിൾ വീഡിയോകളുമുള്ള ആപ്പ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയാം. അവർ ഉപയോഗിച്ച ശേഷം അവർക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഒന്ന് ഓണാക്കി വെച്ചിട്ട് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എടുത്തുകൂടെ? കമ്പനി തരുന്ന ടെസ്റ്റിമോണികൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ടെസ്റ്റിമോണിയൽ പ്രിപ്പയർ ചെയ്തുകൂടാ? ഇന്നൊരു ഫോണിൽ വീഡിയോ എടുക്കാൻ ആർക്കും അറിയാത്തവരായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയാൻ പറ്റാത്തതായിട്ട്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ആപ്പ് കാണിച്ചൊന്ന് പരിചയപ്പെടുത്തി ഒരു കുട്ടീനെ ഒരു പേരന്റിനെ കാണിച്ച് അതിന്റെ ആ വീഡിയോയും അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് എടുക്കുന്നൊക്കെ എങ്ങനെയെന്നോ അവരെ കൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അവരതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾക്കൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തുകൂടെ? ഇനി വേണ്ട, നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായത്തെ സ്വന്തം ക്യാമറയിൽ സെൽഫി മോഡ് ഓൺ ആക്കി ഒരു വീഡിയോ എടുത്തുകൂടെ? ഇതിനെ നിങ്ങളുടെ സ്റ്റാറ്റസിലോ മറ്റു പ്രിയപ്പെട്ടവർക്കോ അയച്ചു കൊടുത്താൽ എന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വരില്ലേ? അവിടെ നിങ്ങൾക്കൊരു ഉത്തരം പറയാനുള്ള ഓപ്ഷൻ കിട്ടില്ലേ? ടെസ്റ്റിമോണിയലുകൾ നമ്മൾക്കറിയാവുന്ന കുട്ടികളെ കൊണ്ടും ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ പറഞ്ഞു, ഈ സാഹചര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രധാനമായും മറ്റുള്ള കമ്പനികൾ ചെയ്തിട്ടുള്ള അതേ പ്രോസസ് ഇതാണ്. ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യുക. ഫോമോ നമ്മൾ ആവർത്തി കേട്ടിട്ടുണ്ട് അല്ലെ? ഫിയറിംഗ് ഓഫ് മിസ്സിംഗ് ഔട്ട്. നമ്മളുടെ ബിസിനസ്സിൽ ഇനി ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ, ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന ഒരു തോന്നൽ, ഒരു ഭയം അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. ഏതൊരു ബിസിനസ്സിലും അതുണ്ട്. ഓൺലൈൻ വാങ്ങിക്കുന്ന സംഗതികളുടെ തൊട്ട് താഴെ എന്തിനാണ് സ്റ്റോക്ക് തീരും വരെ മാത്രം എന്ന് എഴുതുന്നത്? അല്ലെങ്കിൽ എൻഡിങ് സൂൺ എന്ന് എന്തിനാണ് കൊടുക്കുന്നത്? കൗണ്ട് ഡൗൺ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യും അല്ലെ? ഇപ്പോൾ ഇത് വാങ്ങിയില്ലെങ്കിൽ പിന്നീട് അത് ലഭിക്കില്ല. ഇത് നമ്മുടെ സ്ട്രാറ്റജിക്കലി നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. കാരണം ക്ലാസ് തുടങ്ങുന്നതോടുകൂടി കുട്ടികളും പേരൻസും എൻഗേജ്ഡ് ആകും എന്ന കാര്യം നിങ്ങൾക്കൊരു ഫോമോ ക്രിയേറ്റ് ചെയ്യും. ആ ഫോമോ ക്രിയേറ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെ ഏറ്റെടുക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാലോ? നിങ്ങൾ ഏറ്റെടുത്ത ഈ ഒരു കാര്യത്തെ മറ്റൊരാൾക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരിൽ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താ? 9ൽ നിന്നും 10ലേക്ക് കയറിയ കുട്ടിയുടെ എന്നാണോ റിസൾട്ട് വരുന്നത് നോക്കിയിട്ടല്ല സ്കൂളുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുക. അതിനു മുമ്പ് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. കാരണം എന്താണ്? പഠന വിഷയത്തെ അവർ ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ ചില കുട്ടി ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ 9ൽ നിന്ന് 10ലേക്ക് ജയിക്കുവോ? ഈ പേടിയല്ല അവൻ ആ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഉണ്ടാകുക. 10ാം ക്ലാസ്സിൽ ഞാൻ ജയിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഓരോ കുട്ടികളുടെയും പേരന്റും ഇതേ സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഇതൊക്കെ വിലയിരുത്തുവാനും അവർക്കൊരു തീരുമാനം എടുക്കുവാനുള്ള ഏറ്റവും ലിമിറ്റഡ് പീരീഡ് ആണ് ഞാൻ ഈ പറഞ്ഞ 30 ദിവസം. ഇനി മെയ് 15ന് ശേഷം നമ്മൾ ചെന്ന് ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പേരന്റ് മുമ്പിലേക്ക് ചെന്ന് ഇത് കൊടുത്ത് എത്ര ഇംപ്രസ്ഡ് ആയാലും അവരെ സംബന്ധിച്ച് അവിടെ ഒരു സെയിൽസ് ക്ലോസിംഗ് സംഭവിക്കുക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം എന്താണ്? മന്ത് ആണ് ഒന്നാമത്തെ സംഗതി. 2, അവരുടെ കയ്യിലെ പൈസ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന സമയമാണ്. കാരണം ജൂണിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ 15 ദിവസം എന്ന് പറയുന്നത് മെയ് 15ന് ശേഷമുള്ള 15 ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്തൊക്കെ നമ്മൾ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാല് കടം ചോദിച്ചാൽ പോലും പൈസ കിട്ടാത്ത സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം മാറി മറിയുന്ന ഒരു മനോഹരമായ പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരാദ്യം പറയുക, ഈ 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്റെ കുട്ടിയുടെ ജീവിതത്തെക്കാൾ ഉപരി ഇന്ന് അവനെ സ്കൂളിൽ വിടാനുള്ള ഡൊണേഷനോ ഫീസോ കാര്യങ്ങൾ കെട്ടിവെക്കുവാനുള്ള ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ആപ്പ് കൊണ്ട് പരിചയപ്പെടുത്താൻ നിൽക്കരുത്. പകരം നമുക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാം? ഒരു തീരുമാനമെടുക്കാം. എനിക്കെങ്ങനെ എന്റെ ഈ സിസ്റ്റത്തെ മാർക്കറ്റ് ചെയ്യാം? ഈ ഒരു 15 ദിവസം, അതായത് ഇന്നെന്താണോ ഡേറ്റ് അന്ന് മുതൽ ഇപ്പം 10 ദിവസം കഴിഞ്ഞു പോയി. നമുക്കറിയാം ഇന്നത്തെ ദിവസം 26 ആണ്. 15 മുതലുള്ള 26 ദിവസം വരെയുള്ള
ആ ഒരു കാലയളവ് ഇപ്പൊ കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് ലക്ഷ്യം വെക്കാവുന്നത് ഇന്ന് മുതൽ ഇനിയുള്ള മെയ് 15 വരെയുള്ള ദൂരം എന്താണ്? ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. അതിൽ കൃത്യമായിട്ട് ഈ ബിസിനസിനെ ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മൾ ഏതായാലും ഈ ബിസിനസിനെ ഏറ്റെടുത്തു. നിങ്ങൾ വളരെ ശ്രമം ചെയ്ത് രാവിലത്തെ ഈ പ്രോഗ്രാം കേൾക്കുവാൻ കാത്തിരിക്കുന്നു. അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം ഈ സിസ്റ്റത്തിന്റെ മാർക്കറ്റിംഗ് ആണ്. അല്ലാതെ രാവിലെ ഇത് പഠിക്കാനുള്ള ട്യൂഷൻ ക്ലാസ് അല്ല ഇത്. ഈ ബിസിനസിനെ സഹായിക്കുവാനാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് വന്നില്ലെങ്കിലോ, ഈ രാവിലത്തെ നിങ്ങളുടെ നല്ല സുഖകരമായി ഉറങ്ങേണ്ട ഈ ഒരു അരമണിക്കൂർ വേസ്റ്റ് ആണ് നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ഇതിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സ്ട്രാറ്റജിക്കൽ പ്ലാനുകൾ മൂവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ആപ്പിനെ നമ്മൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. ഇടയ്ക്ക് വെറുതെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കയറി ഇറങ്ങണം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ചില വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പല ആവർത്തി കാണുന്ന വീഡിയോകൾ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. ഒരു പാട്ട് നമ്മളെങ്ങനെയാണ് വരികൾ എഴുതി വെക്കാതെ പഠിക്കുന്നത്. ഒരുപക്ഷെ സിനിമയിലെ പല പാട്ടുകളും ആദ്യത്തെ 4 ഈരടികൾ നമ്മൾ എങ്ങനെയാണ് കാണാതെ പാടുന്നത്. പല ആവർത്തി ആ വീഡിയോ കാണുമ്പോൾ അതിലെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. വാക്കുകൾ തെറ്റാതെ ഉച്ചരിക്കാൻ കഴിയുന്ന കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ പാട്ട് പാടാൻ കഴിയുന്നു. ഇതേപോലെ ഓരോ ക്ലാസ്സുകളിലെയും സബ്ജക്റ്റിലെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റ് നിങ്ങളുടെ സ്വന്തമാകും. അതേ ക്ലാസ്സിലെ കുട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഫിസിക്സിന്റെ അടുത്ത് റേ ഓഫ് ലൈറ്റ് എന്താണ് പഠിക്കുന്നതിന്റെ തിയറിറ്റിക്കൽ കാര്യം നിങ്ങൾ പറയുമ്പോൾ ആ കുട്ടി ഞെട്ടും. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഇത് ഞാൻ ഈ വീഡിയോ കണ്ട് പഠിച്ചതാണ്. ഇത് ആ കുട്ടിയെ പഠിക്കാൻ പ്രേരിപ്പിക്കും. ഒന്ന് കണ്ടു നോക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നു. ആ ഫോണിലെ വീഡിയോ ആദ്യത്തെ 10 മിനിറ്റ് ആ കുട്ടി ഇരുന്ന് കാണണം. അടുത്ത 2 വീഡിയോ കൂടി കണ്ടു നോക്കാൻ പറയുക. കണ്ടു കഴിയുമ്പോൾ ആ കുട്ടിയിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. "എങ്ങനുണ്ട് മോനെ ഈ ക്ലാസ്? ഇത് പഠിച്ചാൽ മനസ്സിലാകുവോ?" അവിടെ വെച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ടെസ്റ്റിമോണിയലായി നിങ്ങളുടെ സ്റ്റാറ്റസിൽ വെക്കാം. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ഇന്ന് എഡിറ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടും ചെയ്യുന്ന പലരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ സെഷനിൽ നമ്മൾ ഒരിക്കൽ ഇത്തരം എഡിറ്റിംഗ് നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഇതുപോലെ ടെസ്റ്റിമോണിയൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു കുട്ടി പറയുന്ന വീഡിയോ നിങ്ങൾക്ക് തയ്യാറാക്കാൻ നിങ്ങളുടെ ക്യാമറയുടെ ബട്ടൺ ഓൺ ആക്കേണ്ട സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതും കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞാൽ ഓരോ പേരന്റിന്റെ മുമ്പിലും ഓരോ കുട്ടിയുടെ മുമ്പിലും നമുക്കിത് അവതരിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ സ്ട്രാറ്റജിക്കൽ ബിസിനസ് ഞാൻ ആദ്യം പറഞ്ഞു റാപ്പിഡ് സെയിൽ നടക്കേണ്ട സമയമാണ്. ഏറ്റവും വേഗതയിൽ നടക്കേണ്ട ഈ ബിസിനസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയല്ല, മറിച്ച് ഈ ബിസിനസിന്റെ ഗ്രോത്ത് ആണ് ഇപ്പോൾ ആവശ്യം. ഇതിനെ കൃത്യമായി നെഞ്ചിലേറ്റിക്കൊണ്ട് പോകാൻ നിങ്ങൾ തയ്യാറെടുത്ത് പല സ്ട്രാറ്റജികളും നിങ്ങൾ പല ഡിസ്കഷനുകളും പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് ഓറിയന്റഡ് ആകുമ്പോൾ മാത്രമാണ് നമുക്കും ആ കമ്പനിക്കും അത് സക്സസ് ആയി എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ അവസരത്തിൽ 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വരുന്ന 30 ദിവസത്തേക്ക് അതായത് മെയ് 15 വരെയുള്ള മിനിമം ദിവസത്തിൽ നിങ്ങൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. ആ പ്ലാനിലേക്ക് നമ്മുടെ ബിസിനസിനെ കൊണ്ടുവരാൻ കഴിയുന്ന ടെസ്റ്റിമോണിയൽ വീഡിയോകൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആപ്പിലെ ഓരോ വീഡിയോകളിലെയും ആദ്യത്തെ ഒരു 5 മിനിറ്റെങ്കിലും കൃത്യമായി കണ്ട് വിലയിരുത്തുവാൻ, പഠിക്കുവാൻ നിങ്ങൾ നല്ല ശ്രമം ചെയ്യുക. അത്തരം സ്ട്രാറ്റജിക്കൽ മൂവുകൾ തീർച്ചയായും നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള സമയം വരെ കാത്തിരിക്കേണ്ട. ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കുക. ജൂൺ 1 ശേഷം മറ്റൊരു ക്യാമ്പയിനിങ് രീതിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ആ സമയത്ത് ആ രീതിയിൽ മാത്രമേ ആ ബിസിനസ് വർക്കൗട്ട് ആവുകയുള്ളൂ. ഈ സമയം ചെയ്യേണ്ടത് ഇതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ഉൾക്കൊള്ളുക, ഏറ്റെടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കിതിൽ പങ്കുവെക്കാം. ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.